നമസ്കാരം, ഞാൻ ഡോക്ടർ സിഗ്മ, പ്യൂർ ആയുർവേദിക് മെഡിക്കൽ സെൻറ്റർ അബുദാബിയിലെ ആയുർവേദിക് കൺസൾട്ടൻ്റ് ആണ്. പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. ബട്ട് പ്രീനേറ്റൽ കെയർ എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുകയായിരുന്നു. പ്രീനേറ്റൽ എന്ന് പറയുന്ന ടൈം പീരീഡ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാരിയിങ് ടൈമാണ്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമാണ്. സോ ആ ടൈമിൽ ആയുർവേദപരമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ സമയത്ത് ഒരു പ്രഗ്നൻ്റ് ലേഡി ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെ പ്രതിവിധികൾ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം. സോ പ്രീനേറ്റൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ ഒരു ടൈം പീരീഡാണ്. സോ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ 3 ട്രൈമസ്റ്ററാണുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. ഓരോ ട്രൈമസ്റ്ററിലും ഓരോ ടൈപ്പ് ഓഫ് സിംറ്റംസ് അല്ലെങ്കിൽ സൈൻസ് ആയിരിക്കും ഓരോ ലേഡീസും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആയുർവേദത്തിൽ ഈ ഒരു ട്രിമസ്റ്ററിലും വരുന്ന കണ്ടീഷൻസിനെ അല്ലെങ്കിൽ ആ സമയത്ത് വരുന്ന സിംറ്റംസിനെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്രീനേറ്റൽ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആയുർവേദത്തിലെ എല്ലാ ട്രീറ്റ്മെൻറ്റും പോലെ ആഹാരം, വിഹാരം, വിചാരം, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് മോഡിഫിക്കേഷൻസ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലുള്ള ചേഞ്ചസ്, അതേപോലെ മെൻ്റൽ റിലാക്സേഷൻ, ഈ 3 കാര്യങ്ങൾക്കാണ് പ്രഗ്നൻസി ടൈം പീരീഡിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, എന്താണ് ഈ ഡയറ്റ് മോഡിഫിക്കേഷൻ? സോ ഡയറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രഗ്നൻ്റ് ലേഡിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള ഡയറ്റ്, അത്രയേ ഉള്ളൂ. അതായത് അമ്മയ്ക്ക്, കുഞ്ഞിന്, അതേപോലെ ബ്രസ്റ്റ് മിൽക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള 3 കൺസേൺസും കൂടെ വെച്ചിട്ട് ഒരു 3-fold ഡയറ്റാണ് എപ്പോഴും ആയുർവേദിക് രീതിയിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ വിഹാരം എന്നുള്ളൊരു സെക്ടർ വരുമ്പോൾ നമ്മൾ കൂടുതലും ജനറലായിട്ടുള്ള വാക്കിങ് അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി യോഗാസനങ്ങളൊക്കെ പ്രിഫർ ചെയ്യാറുണ്ട്. അത് കൂടുതലും ഏത് രീതിയിൽ ചെയ്യണം, എത്രത്തോളം ചെയ്യണം, എത്ര സമയം ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ പ്രോപ്പറായിട്ട് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നതും പ്രഗ്നൻസി ടൈം പീരീഡിൽ ലേഡീസിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫൈനൽ ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിലാക്സേഷൻ. റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ മെൻ്റലി റിലാക്സ്ഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഫിസിക്കലി ആൾ റിലാക്സ്ഡ് ആണ്, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ഡയറ്റും അതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസും എല്ലാം ഒബ്വിയസ്ലി അവരുടെ ആ ഒരു ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് അതേ ടൈമിൽ പ്രഗ്നൻ്റ് ലേഡീസിനെ സംബന്ധിച്ച് അവർ ഫേസ് ചെയ്യുന്ന ചില കൺസേൺസിന് കൂടെ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവും, ഐ മീൻ മെൻ്റലി ആൻഡ് ഫിസിക്കലി. ഓക്കെ, സോ ഇപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന മേജർ കൺസേൺ ബോഡി വൈസ് ഉണ്ടാകുന്ന കുറേ കൺസേൺസ് ഉണ്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. കാലിലെ രക്തയോട്ടത്തിൽ വരുന്ന ഒരു വ്യത്യാസം കൊണ്ട് കാലിലെ മസിൽസിനൊക്കെ വരുന്ന വേദനകൾ, ക്രാംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ലാസ്റ്റ് ട്രിമസ്റ്ററോട് അടുക്കുന്ന സമയത്ത് കാലിലൊക്കെ നീര് വെക്കുക അല്ലെങ്കിൽ സ്വെല്ലിങ് വരിക എന്നുള്ളൊരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ ഡെലിവറിയിൽ എടുക്കുന്ന പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. വെരിക്കോസ് വെയിൻ്റെ ഇഷ്യൂസ് മാത്രമല്ല, ഇപ്പോൾ സ്ട്രെച്ച് മാർക്സ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന പിഗ്മെൻറ്റേഷൻസ്, ത്രൂ ഔട്ട് പ്രഗ്നൻസി ഹോർമോൺസ് വളരെയധികം ഫ്ലക്ച്വേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗത്ത്, അണ്ടർ ആംസിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഗ്വനൽ ഏരിയ, അതായത് പ്രൈവറ്റ് പാർട്സിനോട് അനുബന്ധിച്ചിട്ടുള്ള ഏരിയാസിലൊക്കെ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. സോ ഇതെല്ലാം നമ്മൾ പോസ്റ്റ്നേറ്റലിൽ മാത്രമേ ക്ലിയർ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല. നമുക്കിതൊക്കെ പ്രീനേറ്റൽ കെയറിൽ ഉൾപ്പെടുത്തി ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഫിസിക്കലി വരുന്ന പെയിന്, ഇപ്പോൾ മജോറിറ്റി ഓഫ് ആൾക്കാർക്കും ഷോൾഡർ പെയിൻസ് അല്ലെങ്കിൽ ബാക്ക് പെയിൻസ്, ജനറലി ഉള്ള മസിൽ പെയിൻസ്, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വരുന്ന സമയത്ത് അത് ആളുടെ ഹെൽത്തിനെയും റിലാക്സേഷനെയും ബാധിക്കും. സോ ഇതിനും ആയുർവേദ വിധി പ്രകാരമുള്ള വളരെ ജെന്റിലായിട്ടുള്ള മസാജ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനെ ഒരു ഹെവി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ട് കാണരുത്. ഒരാളുടെ ഹെൽത്ത് കണ്ടീഷനെ അനുസരിച്ചിട്ടാണ് എപ്പോഴും ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് പോവുക. സോ മസാജ് വിൽ ബി വെരി ജെന്റിൽ ആൻഡ് വെരി കെയറിങ്. ഫിസിക്കലി ഉള്ള കൺസേൺസ് മുന്നേ പറഞ്ഞ രീതിയിലൊക്കെ നമ്മളൊന്ന് മാനേജ് ചെയ്ത് വരുമ്പോൾ തന്നെ അതേ ഇമ്പോർട്ടൻസ് ആളുടെ മെൻ്റൽ വെൽനസിന് നമ്മൾ കൊടുക്കണം. കാര്യം പ്രഗ്നൻസി ടൈം പീരീഡിലും അല്ലെങ്കിൽ തുടർന്ന് വരാൻ പോകുന്ന ഡെലിവറി ടൈം, അതിനുശേഷം വരുന്ന പോസ്റ്റ്നേറ്റൽ ടൈം പീരീഡ്, ഇതൊക്കെ ഒരു പ്രഗ്നൻ്റ് ലേഡിയെ സംബന്ധിച്ച് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. സോ ആൾ ഓട്ടോമാറ്റിക്കലി സ്ട്രെസ്ഡ് ഔട്ട് ആകും. സോ അതിനും കുറച്ചും കൂടെ നാച്ചുറലായിട്ടൊരു കെയർ അല്ലെങ്കിൽ നാച്ചുറലായിട്ടൊരു മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ആയുർവേദത്തിൽ ശിരോധാര അല്ലെങ്കിൽ ശിരോ അഭ്യംഗം, ഹെഡ് മസാജുകൾ, അതേപോലെ ഫുഡ് മസാജ്, പാദ അഭ്യംഗം, ഇതൊക്കെ വളരെ റിലാക്സിങ് ആയിട്ടുള്ള തെറാപ്പീസാണ്. എസ്പെഷ്യലി അത് പ്രഗ്നൻ്റ് ലേഡീസിന് റെക്കമെൻഡും ചെയ്യുന്നുണ്ട്. കാര്യം മൈൻഡ് വെൽനസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രെസ് റിലീസായി കഴിഞ്ഞാൽ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ, മെറ്റബോളിസം, എല്ലാ ഫങ്ഷൻസും നോർമൽ ആകും.
അത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഹെൽത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും.